യേശു കർത്താവിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലൻ പത്രോസ് എഴുതിയ ലേഖനം 2 പത്രോസ് 1-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 2 പത്രോസ് 1-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ ഇവാഞ്ചലിസ്റ്റ് ജോസഫ് പ്രാരംഭമായി വായിക്കുന്നതാണ്. 2 പത്രോസ് 1-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചാണ്. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയത്തോട് സ്ഥിരതയോട് ഭക്തിയോട് സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. വായിച്ചു. ഇവ നിങ്ങൾക്ക് ഉണ്ടായാൽ അതുണ്ടായാൽ അല്ലെ അത് വർദ്ധിച്ചു വന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല. ക്രിസ്തുവിൽ പ്രതി ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായി നിങ്ങൾ ആയിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഉത്സാഹമുള്ളവരും പ്രയോജനമുള്ളവരുമായി നിങ്ങൾ മാറും. നിങ്ങൾ തൊടുന്നതെല്ലാം വിജയമായി മാറും. നിങ്ങൾ ചെയ്യുന്നതെല്ലാം അനുഗ്രഹമായി മാറും. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ അനേകം പേർക്ക് ഒരു ആശ്വാസമായി നിങ്ങൾ മാറും. എങ്ങനെയായിരുന്നാൽ അതാണ് പത്രോസ് പറയുന്നത്. എന്താണ്? വിശ്വാസത്തോട് വീര്യം. അല്ലേ? ഭയങ്കര വിശ്വാസമാണ്. അധരജൽപ്പനമായി മാറരുത്. പ്രശ്നങ്ങളുടെ മുമ്പിൽ, പ്രതിസന്ധികളുടെ മുമ്പിൽ ഞാൻ കാണുന്ന മണ്ഡലം എത്ര പ്രതികൂലമാണെങ്കിലും അതിന്റെ നടുക്ക് ആ ഇരുട്ടിന്റെ മധ്യത്തിൽ മറുപടി തരുക എന്റെ ദൈവം മതിയായവനത്രേ. ചേർന്ന് കർത്താവിനെ ശക്തി ശ്രദ്ധിച്ചാണ്. സ്തോത്രം. ഇപ്പം ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ട് അതിന് നടുവിലെ വെളിച്ചം നൽകി. അല്ലേ? വചനം പറയുക, ഇരുട്ടിന്റെ നടുവിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. ഇരുട്ടിന്റെ മധ്യത്തിൽ നീ നേരിടുന്ന വിഷയം എത്ര ഇരുട്ട് നിറഞ്ഞതാണെങ്കിൽ, നീ നേരിടുന്ന പ്രശ്നം എത്ര ഭയങ്കരമാണെങ്കിൽ, അതിന്റെ മധ്യത്തിൽ, the midst of darkness, ഇരുട്ടിന്റെ മധ്യത്തിൽ അവൻ നിനക്ക് മറുപടി തരുവാൻ മതിയായവനാണ്. എന്റെ ദൈവം എനിക്ക് സകലതും നന്മയ്ക്കായി നൽകും. അവൻ ഒരുക്കി തരും. ഇന്നീ കാണുന്ന സാഹചര്യങ്ങളോട്ടല്ല ഞാൻ ശ്രദ്ധിക്കുന്നത്, വരാൻ പോകുന്ന നന്മകളെ ഞാൻ കാണുന്നത്. അതാ വിശ്വാസത്താലുള്ള വീര്യം. പ്രാണം പോകണ്ട വന്നാൽ ഞാൻ നിന്റെ നിലപാട് മാറ്റത്തില്ല. ആ നിലപാട് മാറ്റത്തില്ലെന്നുള്ള തലത്തിലേക്ക് എത്തിയത് എങ്ങനെ? വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനമുണ്ടായി. അല്ലേ? ആരെക്കുറിച്ചുള്ള പരിജ്ഞാനം? സകലത്തെ ഒറ്റ വാക്കുകൊണ്ടുണ്ടാക്കിയ, സകലത്തിനും ആധാരമായ വചനമായ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. ആ പരിജ്ഞാനം നിങ്ങളുടെ അകത്തുണ്ടായി. ആ പരിജ്ഞാനം മുഖാന്തരം എന്ത് സാധിച്ചു? നിങ്ങൾ ഇന്ദ്രിയ ജയമുള്ളവരായി മാറി. എനിക്കെന്റെ കണ്ണിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നോക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് നോക്കിപ്പോവുക. പോകരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകണ്ടാത്തതെല്ലാം പോവുക. ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യേണ്ടാത്തതെല്ലാം ചെയ്തു പോവുക. എനിക്ക് പറ്റുന്നില്ല. ഇന്ദ്രിയ ജയമില്ലാത്തവരാണ്. ക്രിസ്തുവിനെ കുറിച്ച് പരിജ്ഞാനം നിന്റെ അകത്ത് ശരിയാവണ്ണം ഉണ്ടായാൽ നീ ഇന്ദ്രിയ ജയമുള്ളവനായി മാറും. പിന്നെ നിന്നോട് ആരും ഉപദേശിക്കേണ്ട പോലും കാര്യമില്ല. കാരണം നിന്നെ ടോട്ടലി കൺട്രോൾ ചെയ്യുന്നത് സർവശക്തനായ കർത്താവായി. ഹല്ലേലൂയ. അപ്പം അർപ്പിക്കാനിടത്ത് അർപ്പിച്ചു കൊടുത്താൽ ഹല്ലേലൂയ വിജയം നിശ്ചയമായി ഉണ്ടാവും. മനസ്സിലാക്കിയവർ കർത്താവിനെ ശക്തി ശ്രദ്ധിച്ചാൽ 8 വരെ വായിച്ചു. ഓക്കെ. 1 തീമോഥെയോസ് 4-ാം അധ്യായം 12 മുതൽ 16 വരെ വായിച്ചാട്ടെ.
ആരും നിന്റെ യൗവനം അത് വലിയൊരു സബ്ജക്റ്റാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ യൗവനം തുച്ഛീകരിക്കപ്പെടുന്നത് എങ്ങനെയെന്നുള്ളൊരു അറിവ് ഉണ്ടാകേണ്ടതാണ്. അത് പിന്നീട് ഒരു ദിവസം അതിനെപ്പറ്റി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കും. തിമോഥെയോസിന് പറയുക, നീ എങ്ങനെയുള്ളവനായിരിക്കണം? മാതൃകയുള്ളവനായിരിക്കണം. ഇവിടെ പാസ്റ്റേഴ്സായിട്ട് ഇവാഞ്ചലിസ്റ്റായിട്ടൊക്കെ ഓർഡൈൻ ചെയ്യപ്പെട്ടവരുണ്ട്, ഇതിനകത്തിരിപ്പുണ്ട്. നിങ്ങൾ മാതൃകയുള്ളവരായിരിക്കണം. ഓർഡിനേഷൻ കിട്ടി, പാസ്റ്റർ ഓർഡിനേഷൻ കിട്ടിയ ആളാ പാസ്റ്ററെ ഞാൻ, അല്ലെങ്കിൽ ഇവാഞ്ചലിസ്റ്റ് ഓർഡിനേഷൻ കിട്ടിയ വ്യക്തിയാണ് ഞാൻ, അല്ലെങ്കിൽ റെവറന്റ് ഓർഡിനേഷൻ കിട്ടിയ വ്യക്തിയാണ് ഞാൻ. നിന്റെ ഓർഡിനേഷൻ അനുസരിച്ചുള്ള ജീവിതം, നിനക്ക് കിട്ടിയ കൈവപ്പിനനുസരിച്ചുള്ള ജീവിതം, നിനക്ക് കിട്ടിയ ശുശ്രൂഷക്കനുസരിച്ചുള്ള ജീവിതം നിനക്കുണ്ടോ? മാതൃകയുള്ളവനായി, മറ്റുള്ളവർ മുമ്പിൽ മാതൃകയുള്ളവനായി നിനക്ക് നിൽക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. കിട്ടുന്നുണ്ടോ? അതെങ്ങനെ പറ്റുന്നേ? ഈ ദുഷിച്ച ലോകത്ത് എങ്ങനെ നടക്കും? ഞാൻ ഒരാൾ വിചാരിച്ചാൽ എന്താ നടക്കാന്? ലോകത്തിനോടൊപ്പം അങ്ങ് പോകാം, അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ? പക്ഷെ ആ ഗണത്തിലാകരുത് നീ. നമ്മള് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണ്? ഇന്ദ്രിയ ജയമുള്ളവരായി നിങ്ങൾ മാറുവീൻ. ഇന്ദ്രിയ ജയം എങ്ങനെയാ ഉണ്ടാകുന്നത്? മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, വചനത്തെ ധ്യാനിക്കുമ്പോൾ, വചനമായവനെ തിരിച്ചറിയുമ്പോൾ, വചനമായവനുമായുള്ള ബന്ധം സ്ഥാപിക്കുമ്പോൾ, യേശു കർത്താവുമായി ഞാൻ ഒന്നിച്ച് സഞ്ചരിക്കുമ്പോൾ. ഹല്ലേലൂയ. ഞാൻ എത്ര ആഗ്രഹിച്ചാൽ പോലും എന്റെ ആഗ്രഹം നടക്കത്തില്ല. കാരണം ഒരുവന്റെ ആഗ്രഹമേ എന്റെ അകത്ത് നടക്കുകയുള്ളൂ. മനസ്സിലാകുന്നു? ആരും നിങ്ങളുടെ യൗവനത്തെ തുച്ഛീകരിക്കരുത്. നിങ്ങൾ സഭയ്ക്ക് മാതൃകയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. വാക്യം പൂർണ്ണമായോ? വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. ശ്രദ്ധിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ? അതിന് ഈക്വലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. നിന്റെ മൈൻഡിൽ അല്ലെ നിന്റെ ശ്രദ്ധയിൽ ഉറ്റിരിക്കുന്ന ഒരു തലം. വേറെ ഒന്നിനോട്ട് എന്ത് ചെയ്യരുത്. ഇന്ന കാര്യങ്ങൾ പാവമാണ്, ഇന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നാൽ, ഇന്ന തലങ്ങൾ നോക്കിക്കൊണ്ടിരുന്നാൽ സ്വർഗത്തിൽ പോകത്തില്ലെന്നുള്ള തിരിച്ചറിവിലല്ല എന്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും മാറിയത്. ഞാൻ ഒരുവനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ, ഒരുവനിൽ നിറയാൻ തുടങ്ങിയപ്പോൾ, ഒരുവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ തികവുണ്ടായപ്പോൾ, മറ്റുള്ളതെല്ലാം ചപ്പന്നും ചവറൊന്നും എണ്ണാവുന്ന ഒരു തലത്തിലേക്ക് ഞാൻ മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. ഉച്ചിരിപ്പിൽ, വായനയിൽ, പ്രബോധനത്തിൽ, ഹല്ലേലൂയ, ഒക്കെ സ്നേഹത്തിൽ, ഉപദേശത്തിൽ ഒക്കെ എന്ത് ചെയ്യാം? ഉച്ചിരിക്കും. വായിച്ചാൽ അഭാവങ്ങൾ വായിച്ചാൽ വായനയിൽ, വായന, പ്രബോധനം, ഉപദേശം. കേട്ടോ, മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ പ്രവചനത്താൽ നിങ്ങൾക്ക് ലഭിച്ചതായ നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കരുത്. കേട്ടോ, ഒരു മിനിറ്റ്. കൈവപ്പിനാൽ നിനക്ക് ലഭിച്ച കൃപാവരത്തെ ഉപേക്ഷയായി വിചാരിക്കരുത്. കിട്ടുന്നുണ്ടോ? ഞാൻ ഇന്ന ചുമതല വഹിക്കണം. ആ ചുമതലയ്ക്കനുസരിച്ചൊരു ജീവിതക്രമം നിനക്കുണ്ടാകാത്തത് എന്തുകൊണ്ട്? നീ ആ കൃപാവരത്തെ കുറിച്ച്, ആ കൈവപ്പിനെ കുറിച്ച് ബോധ്യമുള്ളവനല്ല. ആ ബോധ്യത നിന്നിൽ ഇല്ലാത്ത എന്തുകൊണ്ട്? നീ മെഡിറ്റേറ്റ് ചെയ്യാത്തത് കൊണ്ട്. ദൈവ വചനത്തുമായിട്ട് എന്ത് ചെയ്യുന്നില്ല? ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. നീ വേറെ പലതുമായി ബന്ധം സ്ഥാപിക്കുന്നുണ്ട്, പക്ഷേ വചനവുമായിട്ടുള്ള ബന്ധം ശൂന്യമാണ്. ഹല്ലേലൂയ. ക്രിസ്തു എന്ന പരിജ്ഞാനത്തിൽ നിറയുന്നില്ല. മൂപ്പന്മാരിൽ മുഖാന്തരം ലഭിച്ച കൈവപ്പിനാൽ നിനക്കകത്ത് ലഭിച്ച കൃപാവരം എന്ത് ചെയ്യണം? ഉപേക്ഷയായി വിചാരിക്കുക. എന്ന് പറയാൻ അതിനെന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ ശക്തനെ സ്തുതിച്ചാൽ പൂർണ്ണമായ നിന്റെ അഭിവൃദ്ധി. കേട്ടോ, ഈ അഭിവൃദ്ധി രഹസ്യമല്ല.
നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന അനുഗ്രഹങ്ങള് ആരും അറിയാത്തൊരു അനുഗ്രഹം ഉണ്ടാകത്തില്ല, എല്ലാവരും അറിഞ്ഞു തന്നെ ഉണ്ടാകും കേട്ടോ. നിനക്കുണ്ടാകാൻ പോകുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ, അതെല്ലാവരും നിന്നെ നിന്ദിക്കുന്ന, പരിഹസിക്കുന്ന, പുച്ഛിക്കുന്ന, നിന്നെ കളിയാക്കുന്ന നിന്റെ സ്വന്തവും ബന്ധവും ചർച്ചക്കാരും നാട്ടുകാരും കാണുക തന്നെ നിന്റെ അഭിവൃദ്ധി വെളിപ്പെടാൻ എന്ത് ചെയ്താ മതി? അകത്തിട്ടിരിക്കുന്ന കൃപാവരത്തെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടായാൽ മതി. ക്രിസ്തു എന്ന പരിജ്ഞാനത്തിന്റെ മർമ്മത്തിൽ ഒന്ന് സ്ഥിരയായി നിന്നാ മതി. ഒന്ന് സ്ഥിരപ്പെട്ട് നിൽക്കുക. കാറ്റിനനുസരിച്ച് ആടാൻ ഇടവരരുത്, സാഹചര്യത്തിനനുസരിച്ച് നിലപാട് മാറാൻ ഇടവരരുത്. ഹല്ലേലൂയ. എത്ര പ്രതികൂലം എവിടൊക്കെ വന്നാലും ഹല്ലേലൂയ, എന്നെ ഒരു ശക്തിക്കും നിർത്തുവാൻ കഴിയില്ല. No one can stop me. ഒരു വ്യക്തിക്കും എന്നെ തടയാൻ കഴിയത്തില്ല. കാരണം സകലത്തെ ഉണ്ടാക്കിയവൻ എന്നെ ദൃഷ്ടി വെച്ച്, എന്നെ ശ്രദ്ധ വെച്ച് നിർത്തിയിരിക്കുന്നു. ഒരാമീൻ പറഞ്ഞാട്ട് ചേർന്ന് ശക്തിയോടെ സ്തുതിച്ചാട്ട് പൂർണ്ണമായ നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക. ഹല്ലേലൂയ. അതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും, നീ നിന്നെയും ഞാൻ എന്നെയും, ലാസ്റ്റ് മീൻസ് ബ്രൈറ്റ് ചർച്ചിലെ പാസ്റ്ററായ ഞാൻ എന്നെയും എന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയും രക്ഷിക്കും. അന്ധകാലത്ത് തിമോഥെയോസിൽ, അത് ഇന്ന് നമുക്ക് ഇതല്ല എന്ന് പറയുന്ന വാദിക്കുന്ന യുക്തിയുടെ ബോധത്തിനോട് മറുപടി പറയാൻ ഞാൻ ആളല്ല. കാരണം ഇതിന് ഏത് കാലഘട്ടത്തിലും പ്രസക്തിയോ. വിശുദ്ധ ബൈബിൾ കാലഘട്ടങ്ങൾക്കപ്പുറമുള്ളതാണ്. ഇന്ന് ഈ പ്രപഞ്ചത്തിൽ എന്ത് നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെങ്കിൽ ഇതിലൂടെ ഒന്ന് കടന്നുപോയാൽ മതി. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന സകലതും ഈ വചനത്തിൽ കൊടുത്തിരിക്കുന്ന വസ്തുതകളുടെ, പ്രവചനങ്ങളുടെ നിവർത്തീകരണമാണ്. ഹല്ലേലൂയ. സ്തോത്രം. പിടികിട്ടിയവർക്ക് കർത്താവിനെ ശക്തി സ്തുതിച്ചാണ്. ഹല്ലേലൂയ. 2 കൊരിന്ത്യൻസ് 5:17 2 കൊരിന്ത്യൻസ് 5:17. ഒരുത്തൻ ക്രിസ്തുവിലായാൽ കേട്ടോ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ, മുമ്പ് ശുശ്രൂഷകരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കേട്ടല്ലേ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. പഴയത് കഴിഞ്ഞുപോയി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഐ ആം എ ന്യൂ ക്രിയേഷൻ. ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. പറയാൻ കഴിയുമോ? ഞാൻ ആരാ? ഇന്ന വീട്ടിലെ ഇന്നാറ മകനെന്നുള്ള ഐഡന്റിറ്റി ഉണ്ടല്ലോ. ആ ഐഡന്റിറ്റി അല്ല നിന്നെ ലോകം അറിയേണ്ടത്. നിന്നെ ലോകം അറിയേണ്ടത് അവനൊരു പുതിയ സൃഷ്ടിയാണ്. അവൻ ദൈവത്തിന്റെ പൈതലാണ്. ഹല്ലേലൂയ. അവൻ ക്രിസ്തുവിന്റെ സാക്ഷിയാണ്. ഹല്ലേലൂയ. തെറ്റായ രീതിയിൽ ജീവിച്ചു വന്നവൻ ഇന്ന് എന്തുമാത്രം മാറി, ഏതെല്ലാം നിലയിൽ മാറ്റം വന്നു, എത്ര പേരെ അവൻ രക്ഷിച്ചു എന്ന് നിങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയാനിട വരട്ടെ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പാരമ്പര്യ ശാപം നിന്റെ മേലടിക്കുമോ? പാരമ്പര്യ രോഗം നിന്റെ മേലടിക്കുമോ? നിന്റെ അപ്പൻ ഹാർട്ട് അറ്റാക്ക് വന്നായിരിക്കാം മരിച്ചത്, പക്ഷെ നിനക്കത് ഉണ്ടാകത്തില്ല. ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവാകത്തിരിക്കുന്നെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഉണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ ഹൃദയം എന്തു പറയുന്നു അത് നിന്റെ ജീവിതത്തിൽ നടക്കും. ഹല്ലേലൂയ. ഹൃദയത്തിൽ ദുഷ്ടം കിട്ടിയിരിക്കുന്ന കെട്ടുകളൊന്നും പൊട്ടിച്ച്, പലരും വിശ്വാസം നിൽക്കുന്നവർ തന്നെ ഈ പല പൈശാചിക പ്രവർത്തികളോട് കോംപ്രമൈസ് ചെയ്യുന്നവരുണ്ട്. രോഗം വന്നാൽ പ്രാർത്ഥിക്കണം, വേണ്ട, ഇത്രയൊക്കെ മതി, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. ഒരുപാട് ഇനിയും ചെയ്തു തീർക്കാനുണ്ട്, ഒരുപാട് ഇനിയും പൂർത്തീകരിക്കാനുണ്ട്. പിശാചിന്റെ വാക്കുകളോട് എന്ത് ചെയ്യരുത്? മനസ്സുകൊണ്ട് കണക്റ്റഡ് ആകരുത്. ഹല്ലേലൂയ. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ എന്റെ ദൈവം എന്നോട് ആക്കി വെച്ചിരിക്കുന്നു. അതിനെ അപ്പുറത്ത് കയറി പറയുകയാണ്, അഴിച്ചവനെ കുറിച്ച് പറയാനാണ്. അഴിച്ചവനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പിശാച് കെട്ടിയ കെട്ടുകളൊന്നും നിന്റെ മേൽ നിൽക്കത്തില്ല. കാൽവരി കൊലക്കളത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള ആ തിരിച്ചറിവിൽ നിങ്ങൾ ചലിച്ചാൽ പിന്നെ നിങ്ങളെ ഒരു ശക്തിക്കും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയത്തില്ല. കാരണം ഞാൻ ആരാ? പുതിയ സൃഷ്ടിയാണ്. ഐ ആം എ ന്യൂ ക്രിയേഷൻ. ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. വായിച്ചേ. ഞാൻ പുതിയ ക്രിസ്തുവിലായ ഒരു പുതിയ സൃഷ്ടിയാവുന്നു. പഴയത് കഴിഞ്ഞുപോയി
കേട്ടോ. രോഗം, ദുഃഖം, ദാരിദ്ര്യം, ശാപം ഇനി നിന്റെ മേലെ ജയം എടുക്കത്തില്ല. ഇന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ശാസിച്ചോ. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിന്റെ മേലോ നിന്റെ തലമുറയുടെ മേലോ നിന്റെ കുടുംബത്തിനകത്തോ വാഴുന്നുണ്ടെങ്കിൽ അതിനെ ശാസിച്ചോണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് വിട്ടുമാറുവാൻ കൽപ്പിക്കണം. കൽപ്പിക്കാനുള്ള അധികാരം നിങ്ങളുടെ നാവിലുണ്ടതേ. വചനം നിന്റെ ആധരങ്ങളിൽ, വചനം നിന്റെ നാവിലിരിക്കുന്നു കേട്ടോ. പിടി കിട്ടുന്നുണ്ടോ? ഇത് വചനത്തെ മെഡിറ്റേറ്റ് ചെയ്യുന്നതിനെ പറയാൻ പറ്റത്തുള്ളൂ. യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ തെരുവിൽ നിൽക്കുന്നവനെ പ്രശ്നങ്ങൾ മേൽ ഓവർക്കം, അതിനെ മറികടക്കാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ അവൻ പ്രശ്നം കണ്ടെന്ത് പോയി. നോ, ലോകത്തിലെ ഒരു സംഘബലത്തിനും സംഘടനാ ശക്തികൾക്കും രാഷ്ട്രീയ സംവിധാനങ്ങൾക്കും രോഗബന്ധനങ്ങൾക്കും ഹല്ലേലൂയ മഹാമാരികൾക്കും നിന്നെ ഒതുക്കുവാൻ കഴിയത്തില്ലെന്നാണ് ഞാൻ വിളിച്ചു പറയുന്നത്. അത് മനസ്സിലാക്കിയവർ മാത്രം കരങ്ങളെ ഉയർത്തി ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കണം. അങ്ങനെ വേണം. എന്താ കർത്താവിനെ സ്തുതിക്കുന്നതിനകത്തൊന്നും എന്ത് ചെയ്യരുത്, പഞ്ഞം വരരുത്. നിങ്ങളുടെ അകത്തെ ആ വെളിപ്പാടിലാണ് നിങ്ങൾ സ്തുതിക്കുന്നത്. ആ വെളിപ്പാടില്ലാത്തത് സ്തുതിക്കൂ. ഇനി നാളെ ഞാൻ വയ്യാതെ ഇരിക്കും, നാളെ എൻ്റെ യുവാവൊന്നും മാറത്തില്ല. ഇല്ല, നമ്മൾ പിള്ളേർ പറയും യുവാവാണോ, അമ്മയ്ക്ക് യുവാവാ, കൊച്ചിന് യുവാവും, അപ്പൻ അതിനേക്കാളും വലിയ യുവാവ്. നോ, എന്താണോ നിന്റെ മേൽ അടിക്കുന്ന സാധനം അതിനെ അഴിച്ചു മാറ്റണം. അഴിക്കാൻ വലിയൊരു പ്രോഫറ്റിനെ വിളിച്ച് വീട്ടോട്ട് വരണ്ട, അല്ലെങ്കിൽ പാസ്റ്ററിനെ കൊണ്ടുവന്ന് നിങ്ങൾ എൻ്റെ മുന്നിൽ വരണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് തന്നെ അഴിപ്പാനുള്ള അധികാരമുണ്ട്. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ആദരം തുറന്ന് പറയണം, വാ തുറന്ന് കൽപ്പിക്കണം. വാക്കുണ്ടല്ലോ, പാട്ടുണ്ടല്ലോ, അധികാരത്തോടെ നീ കൽപ്പിക്കാൻ പ്രതികൂലങ്ങൾ മാറിപ്പോകും. അധികാരത്തോടെ ഇനി കൽപ്പിക്കാൻ പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും ജയം എനിക്കുണ്ട്, ഒന്നും അസാധ്യമായി ഉണ്ടാകില്ല. ജയം എനിക്കുണ്ടെന്നേ. എന്താ എന്റെ ബേസ്? ഞാൻ അധികാരത്തോടെ കൽപ്പിക്കും. ഞാൻ അധികാരത്തോടെ കൽപ്പിക്കും. ഹല്ലേലൂയ. കാരണം ഞാൻ ആരാ? പുതിയ സൃഷ്ടിയാ. ഞാൻ ആരാ? പുതിയ സൃഷ്ടിയാ. എന്റെ കർത്താവിന്റെ അടക്കത്തോടും ഉയർപ്പിനോടും തളർത്തപ്പെട്ട പ്രിയജനമേ, ഹല്ലേലൂയ. ഇന്നലെ വരെ നിന്നെ അലട്ടിക്കൊണ്ടിരുന്ന വിഷയങ്ങളിൽ നിന്നും അതിനെ കണ്ട് തലകുനിക്കാനല്ല, അതിന്മേൽ ജയമെടുക്കുവാനത്രേ എന്റെ ദൈവം നിങ്ങളെ ഇവിടെ കൂട്ടിവരുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബന്ധനമേ അഴിഞ്ഞു മാറുക. ആധരം തുറന്ന് കൽപ്പിക്കണം, ആധരം തുറന്ന് കൽപ്പിക്കണം, ആധരം തുറന്ന് കൽപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വാക്യം പൂർണ്ണമായ സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ എവിടെ ഇരിക്കുന്നത്? എവിടെ നിന്ന് കൽപ്പിക്കുന്നത്? ഇവിടെ ഇരിക്കുന്നു എന്നുള്ള ബോധം ഇല്ലാത്തത് കൊണ്ടാണ് പല വഴികളിലും പല തലങ്ങളിൽ നമ്മൾ പോകുന്നത്. പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് അല്ലേ? കണ്ണിടത്തെല്ലാം കണ്ട വഴിയിലെല്ലാം ഓടുന്നത്, സ്ഥിരതയില്ലാതെ വരുന്നത്. സ്ഥിരതയുള്ളവർ മനസ്സിലാവും എവിടാ ഞാൻ എവിടെ ഇരിക്കുന്നത്? സ്വർഗീയ സ്ഥലത്തായിരിക്കുന്നു അല്ലേ? എവിടെ ഇരിക്കുന്നത്? I am seated in heavenly places. ഞാൻ ആയിരിക്കുന്ന സ്വർഗീയ സ്ഥലത്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ പറഞ്ഞാൽ സ്വർഗത്തിന്റെ അംബാസഡറാണ്. എന്നെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് സ്വർഗത്തിന്റെ പ്രതിനിധി എന്ന നിലയ്ക്കാണ്. ഹല്ലേലൂയ. കാരണം ഞാൻ വിശ്വസിക്കുന്നത് സകലത്തെ ഉണ്ടാക്കിയവെല്ലാം, സകലത്തിലും ആധാരമായവെല്ലാം. ഹല്ലേലൂയ. The author and the finisher, സൃഷ്ടികർത്താവ്, സകലത്തിന്റെ ആധാരമായവൻ, സകലത്തിന്റെ അവസാനമായവൻ, തുടക്കവും ഒടുക്കവുമായവൻ. ആരെ കുറിച്ചാ പറഞ്ഞത്? ആ പേരൊന്ന് വിളിച്ചു പറഞ്ഞേ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക, ധ്യാനിക്കുക. ക്രിസ്തുവിന്റെ പരിജ്ഞാനമുള്ള തികവിൽ, പരിജ്ഞാനത്തിന്റെ മർമ്മത്തെ, ക്രൂശിൽ നടന്ന പ്രവൃത്തിയെ, ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ടെറ്റലസ്റ്റായി ആ പൂർത്തീകരണ ശുശ്രൂഷയെ ധ്യാനിക്കുക. അങ്ങനെ ധ്യാനിച്ചാൽ, അങ്ങനെ ധ്യാനിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ, സമർപ്പണമുള്ള നിങ്ങളുടെ ജീവിതത്തിൽ സർവശക്തനായ കർത്താവ് ഇറങ്ങി വരും. നിന്റെ വിഷയങ്ങൾ എന്റെ വിഷയങ്ങളാണ്.
നിന്റെ പ്രശ്നം എന്റേതാന്ന് പറയുന്ന സ്നേഹത്തിന്റെ ഉറവിടമായ, കരുണയുടെ ഉറവിടമായ യേശുവിനെ കുറിച്ചുള്ള മഹത്വം, യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നിങ്ങളുടെ അകത്ത് നിറയും. കണ്ണുകളയ്ക്കാൻ പ്രാർത്ഥിക്കുക. അരുമനാഥ, പ്രിയപിതാവേ, യേശുവേ, തമ്പുരാനേ, കർത്താവേ, ഈ പ്രസംഗം കേട്ട എല്ലാവരെയും അങ്ങയുടെ സന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പരാജിതനായിരിക്കാതെ, ഭയപ്പെട്ടിരിക്കാതെ, രോഗങ്ങളും പ്രശ്നങ്ങളും കണ്ട്, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ കണ്ട് തലകുനിച്ചിരിക്കാനിടവരാ. ഇതിന്മേലെല്ലാം എനിക്ക് ജയം നൽകുന്ന യേശു ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നേരിടുന്ന വിഷയങ്ങൾക്ക് മറുപടി വരികയാണ്. മറുപടി വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു ഉറപ്പ് സകലർക്കും നൽകുന്നതിനെ ഓർത്ത് സ്തോത്രം. സാക്ഷ്യങ്ങളായി ഈ വചനം പരിണമിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. സ്വർഗം പ്രാർത്ഥന സ്വീകരിച്ചതിനെ ഓർത്ത് സ്തോത്രം. കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ലാസ്റ്റ് ടൈം മിനിസ്റ്റർ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ ഇതുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ തകരുവാനല്ല, അനുഗ്രഹം അനുഭവിക്കുവാൻ. കേട്ടോ, അനുഗ്രഹം അനുഭവിക്കുവാൻ എന്റെ ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കും. അബോധ്യമുള്ളവരെന്നോട് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദൈവം നിങ്ങളെ ധാരാളമായി നിറയ്ക്കട്ടെ, ശക്തീകരിക്കട്ടെ. ആമേൻ, ആമേൻ.